ഇന്നേ വരെ കോളേജ് കണ്ടിട്ടില്ലാത്തൊരു പ്രോഗ്രാം ആയിരിക്കും. ഉറപ്പായിട്ട് നമ്മൾ പൊളിക്കും. ഉറപ്പായിട്ട് പൊളിച്ചിരിക്കും. ഉറപ്പാണല്ലോ. ഉറപ്പ് പൊളിച്ചിരിക്കും. കോളേജിന്റെ ഫുൾ സപ്പോർട്ട്, നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഈ പ്രോഗ്രാമിന് ഉണ്ടായിരിക്കും. ഉണ്ട്. അപ്പൊ എല്ലാരും വെയിറ്റിംഗിലാണ്. അപ്പൊ കാണാം. വണക്കം വണക്കം വണക്കം. വെഞ്ഞാറമൂട് കലാ സാംസ്കാരികം ഈ മേഖലയിൽ വെഞ്ഞാറമൂട് അതിൻ്റെ ഒരു തിരുവനന്തപുരത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട പ്രോമിനൻ്റ് ആയ ഒരു പ്ലേസാണ്. തീർച്ചയായും അതുകൊണ്ട് വേടനെ ഹൃദയം കൊണ്ട് വരവേൽക്കും. വേടൻ്റെ പാട്ടുകൾ ഹൃദയം കൊണ്ട് കേൾക്കും. അങ്ങ് ഉണ്ടാവുമല്ലോ, ഉറപ്പായും ഉണ്ടാവും. എല്ലാവരും അംഗീകരിക്കപ്പെടാവുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് വേടൻ ഉയരുന്നത്. വേടൻ്റെ ശത്രുക്കൾ എന്ന് പറയുന്നത് വരേണ്യബോധം മനസ്സിൽ കൊണ്ടു നടക്കുന്ന കുറച്ച് ആളുകൾ മാത്രമാണ്. പ്രിയപ്പെട്ട വേടന് മുസ്ലിം അസോസിയേഷൻ്റെ മണ്ണിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മളെ പിള്ളേരെല്ലാം റെഡിയാണ്. ഈ ഒരു വൈബ് തന്നെയാണല്ലേ, ഈ ഒരു വൈബ് വേടൻ എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു വൈബ് ഉണ്ടായിരിക്കും. തീർച്ചയായും ഒന്ന് നമ്മളെ മെയ്സിലെ കുട്ടികൾ അതിന്റെ സിനോണിം തന്നെ വൈബ് എന്നാണ്. അത് വേടൻ കൂടെ ആയപ്പോൾ അത് വൈബ് പ്ലസ് വൈബ് ആയിരുന്നു. വേടൻ എവിടെയാ വരുന്നത്, എന്നാ പ്രോഗ്രാം, ഇതൊക്കെയാണ് ചോദ്യം. എവിടെ വെച്ചാണ് നടക്കുന്നതെന്നൊക്കെ. അപ്പോൾ വെഞ്ഞാറമൂട് തന്നെയാണ്. വെഞ്ഞാറമൂട് മുസ്ലിം അസോസിയേഷൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൻ്റെ ഗ്രൗണ്ടിലാണ് വേടൻ വരുന്നത്. വരുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബർ 27 ഡിസംബർ 27 7 മണിക്ക് ഈ ഗ്രൗണ്ടിൽ വെച്ചാണ് വേടൻ്റെ പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ എല്ലാവരും വായോ. ഇതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ടിക്കറ്റൊക്കെ ഉടൻ തന്നെ പുറത്തു വരികയാണ്. അതായത് മനോരമ ക്യു കേരള വഴിയായിരിക്കും ടിക്കറ്റ് ബുക്കിംഗ്, ഓൺലൈൻ ബുക്കിംഗ് വരുന്നത്. അതിൻ്റെയൊക്കെ സ്റ്റാറ്റസ് ഉടൻ തന്നെ അറിയാം. പ്രതീക്ഷിക്കുന്നത് എന്താണ് നിങ്ങൾ? നമ്മൾ കട്ട വെയിറ്റിംഗ് ആണ്. വണക്കം വണക്കം മക്കളെ. സാറേ ഇത് പൊളിയാണല്ലോ അല്ലേ? ഇത് പൊളിക്കും. കാരണം ഏകദേശം 10,000 പേരുടെ പുറത്ത് വരുന്ന ഈ പ്രോഗ്രാം അത് കണ്ടക്ട് ചെയ്യാനുള്ള മുഴുവൻ വോളണ്ടിയർഷിപ്പ് ഈ കുട്ടികൾ ഏറ്റെടുത്തിട്ടുണ്ട്. അത് പൊളിക്കും തീർച്ചയായും. അപ്പോൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ വെഞ്ഞാറമൂട് ഒരുപക്ഷെ തിരുവനന്തപുരത്ത് തന്നെ ഏറ്റവും വലിയ പ്രോഗ്രാമായിട്ട് മാറാൻ പോവാണ് ഈ വേടൻ. തീർച്ചയായും അത് കണ്ടക്ട് ചെയ്യാനായിട്ട് കണ്ടക്ട് ചെയ്യാൻ ഞങ്ങളെ മുഴുവൻ 1500ഓളം വരുന്ന ഈ മുഴുവൻ പിള്ളേരും സെറ്റാണ്. എസ്പെഷ്യലി ഇവരാണ് ഫൈനൽ ഇയേഴ്സ്. അപ്പോൾ അവരുടെ ഒരു ലീഡർഷിപ്പിൽ ഈ പ്രോഗ്രാം ഈ പിള്ളേർ പൊളിക്കും. ആരൊക്കെയാണെന്ന് അറിയണ്ടേ? അതായത് ഡ്രീം ക്രാഫ്റ്റ് ഇവന്റും വേദിക കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ചേർന്നിട്ടാണ്. അപ്പോൾ അവരൊക്കെയാണ് സംഘാടകരാണ് നമ്മളോടൊപ്പം ഉള്ളത്. 7-8 മാസക്കാലമായിട്ട് ഇതിന്റെ പുറകെ തന്നെയാണ്. കൃത്യമായിട്ടും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിന്റെ കൂടെ പോയില്ലെങ്കിലും ഇവർ ഇതേന്നും പറഞ്ഞു പോകണം. ഒരു ജസ്റ്റ് ഒരു ഫോൺ കോൾ ചെയ്യാനുള്ള അടുത്ത് പോവുകയാണ് ചെയ്യണത്, കാറും വിളിച്ച് പോവുകയാണ് ചെയ്യണത്. അപ്പൊ ആ ഒരു മൂഡാണ്. ഊണില്ല, ഉറക്കമില്ല, എല്ലാം കളഞ്ഞ് ഇതിന്റെ കൃത്യമായിട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരാഴ്ച കൊണ്ട് തന്നെ ഇതിന്റെ ഈ പോസ്റ്റർ പ്രകാശനമായിട്ട് ബന്ധപ്പെട്ട് ഒരാഴ്ച കൊണ്ട് നമ്മൾ പിരിഞ്ഞു പോകുമ്പോൾ തന്നെ രാത്രി 12 മണിയാവും. ഇപ്പം അരുണിന്റെ വീട്ടിൽ ഇന്നലെ കണ്ടില്ല എന്ന് പറഞ്ഞ് അരുണിന്റെ വൈഫ് പ്രശ്നം ഉണ്ടാക്കി എന്ന് പറയുന്ന ആട്ട് എന്തോ അത്. പക്ഷേ യാദൃശികമായിട്ട് തന്നെ വേടന്റെ മാനേജർ, ടീം മാനേജറൊക്കെ നിൽക്കുന്ന സമയത്താണ്, അതുമായിട്ട് ഡിസ്കഷൻ നടക്കുന്ന സമയത്താണ് അവാർഡ് പ്രഖ്യാപിക്കുന്നത്. ആ മൊമെന്റ് അടിപൊളി. ഇവർ പെട്ടെന്ന് കൈ അടിക്കുന്നു, ഇടിക്കുന്നു ഒരു ബഹള. ഉടനെ അരുൺ ചാടി പോയിട്ട് കേക്ക് മേടിച്ചോണ്ട് പറഞ്ഞു. പക്ഷേ എന്നിട്ട് ലൈവിലെ വീഡിയോ കോൾ വിളിച്ചായിരുന്നല്ലോ. വീഡിയോ കോൾ വിളിച്ചു. പക്ഷെ ആ മൂഡ് ഒരു വല്ലാത്ത സംഭവം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചർച്ചയിൽ വരുന്നു. വേടന് സർക്കാരിൻ്റെ ഒരു അംഗീകാരം കിട്ടുന്നു. അത് പൊതുജനത്തിന് കിട്ടുന്നത് നമുക്ക് കിട്ടുന്നതും വല്ലാത്തൊരു വൈബായിപ്പോയി. ഈ ക്രൗഡിനെ മെയിൻറ്റെയിൻ ചെയ്യാനും അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കാനും അതിൻ്റെ ഒരു പിക്ചർ നമുക്ക് തന്നായിരുന്നു. അതിനനുസരിച്ചാണ് ഇതുവരെയും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനിയും അങ്ങനെ തന്നെ മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റട്ടെ, അല്ലെങ്കിൽ പറ്റും. അങ്ങനെ ഒരു ഇതിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഗംഭീരമായിട്ട് പ്രോഗ്രാം ആയിരിക്കും. അടിപൊളിയായിരിക്കും. തകർക്കും. അപ്പോൾ പാർക്കിൻ്റെ ക്ലബ് എന്ന് പറയുമ്പോൾ ഇതിലെ മെമ്പേഴ്സ് എല്ലാം ഇപ്പോൾ ഈ നടക്കുന്ന സംഘാടക സമിതിയിലുള്ള എല്ലാവരും ഉണ്ട്. പിന്നെ നമ്മൾ സപ്പോർട്ട് ഫുള്ള് കാണും. എല്ലാ സപ്പോർട്ടിനും ഉണ്ടാവും. അപ്പോൾ വേടൻ വലിയൊരു ഷോ ആയിട്ട് വെഞ്ഞാറമൂട്ടിലേക്ക് വരികയാണ്. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ എന്താ പറയുക? വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ പഞ്ചായത്തിൻ്റെ മണ്ണിൽ എത്തുന്നതിലുള്ള സന്തോഷം വളരെയധികമാണ്. പുതിയ തലമുറയ്ക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ചിട്ടപ്പെടുത്തി പാടാനുള്ള അദ്ദേഹത്തിൻ്റെ ബിരുദ് കേരളം എന്ന് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് വലിയ ഒരു ആരാധക വൃന്ദം, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കും യുവതലമുറയ്ക്കും ഇടയിൽ. യുവതലമുറയിൽ നിന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പാട്ടുകളെ സംബന്ധിച്ച് ഇരുത്തം വന്ന എഴുത്തുകാർ, കേരളത്തിലെ കവികൾ ഒക്കെ തന്നെ പ്രശംസിച്ചുകൊണ്ട് റിവ്യൂകളും എഴുത്തുകളും നടത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അംഗീകരിക്കപ്പെടാവുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് വേടൻ ഉയരുന്നത്. വേടൻ്റെ ശത്രുക്കൾ എന്ന് പറയുന്നത് വരേണ്യബോധം മനസ്സിൽ കൊണ്ടു നടക്കുന്ന കുറച്ച് ആളുകൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പ്രശസ്തിയിലേക്ക് പോകുമ്പോൾ വിവാദങ്ങളും കൂടെ ഉണ്ടാകും. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് വേടൻ വീണ്ടും രംഗത്ത് നിൽക്കുകയാണ്. കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ വലിയ ആരാധകവൃന്ദമുള്ള ഒരു ഗായകൻ എന്ന നിലയിൽ, അതിനേക്കാളുപരി ശക്തനായ ഒരു ഗാനരചയിതാവ് എന്ന നിലയിൽ വെഞ്ഞാറമൂട്ട് വരുന്നത് വെഞ്ഞാറമൂട്ടുകാർക്കും പരിസരവാസികൾക്കും എല്ലാം സന്തോഷം പകരുന്നതാണ്. വലിയൊരു സംഭവമാക്കി മാറ്റാൻ കഴിയുമെന്നാണ് എൻ്റെയും പ്രതീക്ഷ.